എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഞാൻ ഇന്ന് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ റെഡ് വൈനും എടുത്തിട്ടുണ്ട്. ആദ്യം റേസിൻസ് ഉണ്ട്, ഫിഗ്സ്, ഗ്ലേസ്ഡ് ചെറീസ്, ആപ്രിക്കോട്ട്സ്, ഗ്ലേസ്ഡ് ജിഞ്ചർ, ക്രാൻബെറീസ്, റെഡ് കറൻറ്റ്, ഓറഞ്ച് പീൽ, ഡേറ്റ്സ്, പ്രൂൺസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം വേണ്ട, ഈ വലിയ പീസായിട്ട് കിടക്കാനുള്ള ഡേറ്റ്സ്, ആപ്രിക്കോട്ട്സ്, ഫിഗ്സ് അതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിനെയും കൂടി ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഓരോന്നായിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ കുപ്പിയിൽ ഇതെല്ലാം കൂടി കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ലെയേഴ്സായിട്ട് തന്നെ കിടക്കണമെന്നില്ല, നമുക്കത് ഈ ജാറിൽ തന്നെ മിക്സ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഈ ജാറിൽ ഫുള്ളി കൊള്ളാത്തത് കൊണ്ട് ഞാനിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പിന്നെ ബാക്കി ആഡ് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് ഇത് ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, എല്ലാം എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനൊരു ബോട്ടിൽ റെഡ് വൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ബോട്ടിൽ ഫുള്ളി യൂസ് ചെയ്തു, എന്നിട്ടും ഇത് ഫുള്ളായിട്ട് സോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ആ ജാറിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ആ ജാറ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ റെഡ് വൈൻ എല്ലായിടത്തും കൂടി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ഇയർ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ ബാക്കിയാണ്. അന്ന് ഈ ഒരു ജാറിൽ മാത്രമാണ് ഞാൻ മിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട്. അപ്പം ഈ 2 ജാറിലും കൂടി മിക്സ് ചെയ്തു. ഞാൻ കുറച്ചുകൂടി റെഡ് വൈൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് ബോട്ടിലും കൂടി. അപ്പോൾ ഒരു 1.5 ബോട്ടിൽ റെഡ് വൈനിൽ ഇത് ഇത്രയും ഫ്രൂട്ട്സാണ് സോക്ക് ചെയ്തത്. അപ്പം ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും.